അപ്പോൾ PK ലേണിങ്സിൻ്റെ ഒരു പുതിയ ക്ലാസ്സിൽ നിന്ന് നമ്മൾ അബ്കാരി ആക്റ്റാണ് എടുക്കാൻ പോകുന്നത്. അങ്ങനെ PK ലേണിങ്സിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നമുക്ക് എല്ലാവർക്കും പോകാം. സോ എക്സൈസ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ എഴുതാൻ പോകുന്ന എക്സൈസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള അടുത്ത സ്പെഷ്യൽ ടോപ്പിക്കാണ് ഈ അബ്കാരി ആക്ട്. ഈ അബ്കാരി ആക്റ്റിൽ അങ്ങ് വലിയ ഒരു ആക്റ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു കുഞ്ഞൊരു ആക്റ്റാണ്. കുഞ്ഞ് ആക്ട് എന്ന് എൻ്റെ ഒരു ഇതിൽ നിന്നുകൊണ്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ആക്റ്റിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ അബ്കാരി ആക്റ്റിൽ ആക്ട് 1 ഓഫ് 1077 അല്ലെ 1077 ആക്ട് 1 ഓഫ് എന്താണ് 1077 ആക്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് അബ്കാരി ആക്ട് എന്ന് കേൾക്കുമ്പോഴേ നമ്മളുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മദ്യം ഇല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ അല്ലെങ്കിൽ ലഹരി പിടിപ്പിക്കുന്നതായിട്ടുള്ള വസ്തുക്കൾ. മദ്യം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇനി അതിന് കൺട്രി ലെവലിനെ പേര് കൊടുക്കുകയാണെങ്കിൽ ചാരായം, കള്ള്, ഈ വക കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. ശരിക്കും അത് തന്നെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴകുന്തോറും വീര്യം കൂടുന്ന മദ്യമാണെങ്കിലും ചാരായമാണെങ്കിലും ഇതെല്ലാം ഒരേ വർഗത്തിൽപ്പെടുന്ന ആൾക്കാരാണ്. അത്ര തന്നെ പഴക്കമുള്ള പഴകുന്തോറും വീര്യം കൂടുന്നു എന്ന് പറയുന്നത് ഈ നമ്മുടെ അബ്കാരി ആക്റ്റുമായിട്ട് സംബന്ധിച്ച് വളരെ നല്ല ഒരു പേരാണ്. കാരണം ആക്ട് 1 ഓഫ് എന്താണ് 1077 അല്ലെങ്കിൽ 1077 ആക്ട് എന്ന് പറഞ്ഞിരുന്നാലും ഈ ആക്ട് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1902 ഈ ആക്ട് പാസ്സാക്കുന്നത്. 1902 അതായത് 1902 ഓഗസ്റ്റ് 5 എന്താണ് ഈ ആക്ട് പാസ്സാക്കുന്നത്. ആ കൊച്ചി രാജാവാണ് ഈ ആക്ടിനെ പാസ്സാക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കും 1902 പാസ്സാക്കിയ നിയമത്തിന് എങ്ങനെയാണ് 1077 അതായത് ഇത് കൊല്ലവർഷത്തിലേക്ക് എഴുതുമ്പോഴാണ് എന്തെന്ന് പറയുന്നത് 1077 അബ്കാരി ആക്ട് എന്ന് പറയുന്നത്. ഈ ആക്ടിൻ്റെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഏത് ആക്ട് നോക്കിക്കഴിഞ്ഞാലും അതിനെല്ലാം പ്രിയാമ്പിളുണ്ട്. പ്രിയാമ്പിൾ ഇങ്ങനെയാണ് പറയുന്നത്. ഇതെന്താണ് ഗവേൺസ്, ഇത് എന്തിനൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഈ മദ്യം അതായത് പ്രൊഡക്ഷൻ, സെയിൽ, പൊസഷൻ ഓഫ് ലിക്കറാണ്. എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിക്വർ ആൻഡ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്സ് എന്നുള്ളതാണ്. ലിക്വർ എന്ന് പറഞ്ഞാൽ മദ്യം എന്നുള്ളതാണ്. മദ്യത്തിൻ്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും ലഹരി പാനീയങ്ങളുടെയും ലഹരി ഉളവാക്കുന്നതായിട്ടുള്ള പാനീയങ്ങളുടെയും അതിൻ്റെ എന്താണ് പ്രൊഡക്ഷനുണ്ട്, നിർമ്മാണമുണ്ട്, വിൽപ്പനയുണ്ട്. അതിനെ ഒരാൾക്ക് എത്രത്തോളം കൈവശം വെക്കാം, അത് ഇതിനെക്കുറിച്ചെല്ലാം പറയുന്ന പ്രൊവിഷനാണ്. ഇതിനെക്കുറിച്ച് പറയുക മാത്രമല്ല നിയമങ്ങൾ നിർമ്മിക്കാനും നിർമ്മിച്ച നിയമത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാനും ഒക്കെയുള്ള അധികാരം ഈ പറയുന്ന ആക്ട് പ്രകാരം ആർക്കുണ്ട്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുണ്ട്. സോ അബ്കാരി ആക്ട് നമ്മൾ പറയുമ്പം ആക്ട് 1077 എന്ന് പറഞ്ഞാലും ഈ ആക്ട് പാസ്സാക്കിയിട്ടുള്ള 1902 കൊച്ചി രാജാവാണ് ഇത് പാസ്സാക്കുന്നത്. ഇനി എൻ്റെ അടുത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1902 ഇത് പാസ്സാക്കിയെങ്കിലും നമ്മൾക്കിത് പ്രസിഡൻറ്റിൻ്റെ അസൻറ്റ് കിട്ടുന്നത്, അതായത് രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്നും അംഗീകാരം ലഭിക്കുന്നത്, പ്രസിഡൻ്റ് ഒപ്പുവെക്കുന്നത് 1967 ജൂലൈ 29 അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അബ്കാരി ആക്ട് എന്ന് പറയുന്നത് അത് ഏത് വർഷമാണ് പാസ്സാക്കുന്നത്, പിന്നെ അതിന് അസൻറ്റ് കിട്ടിയത്, ഇതൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അതിനകത്ത് അടുത്ത നമ്മൾ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്, എന്തിനു വേണ്ടി കൊണ്ടുവന്നു എന്ന് ചോദിക്കുമ്പോൾ എന്തിൻ്റെയൊക്കെയാണ് ആദ്യം നമ്മൾ ഓർത്തിരിക്കുക. ലിക്കർ ആൻഡ് ഇൻടോക്സിക്കേഷൻ ഡ്രഗ്സ് ആണ്. ലിക്കർ ആൻഡ് ഇൻടോക്സിക്കേഷൻ ഡ്രഗ്സിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ, അപ്പം മാറ്റർ നമ്മൾക്ക് കിട്ടി. സബ്ജക്റ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ ലിക്കറും ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്സുമാണ്. അതിനകത്തേക്ക് മാറ്റർ എന്ന് പറഞ്ഞാൽ ഇനി അതിൻ്റെ പ്രൊഡക്ഷനുണ്ട്, അതിൻ്റെ സെയിലുണ്ട്, അതിൻ്റെ പൊസഷനുണ്ട്. അങ്ങനെയൊക്കെ തോന്നുന്ന പോലെ കൈവശം വയ്ക്കാൻ പറ്റില്ല. പിന്നെ ഇത് മാത്രമല്ല, ഇത് റിലേറ്റ് ചെയ്ത എന്താണ് കുറ്റകൃത്യങ്ങളെക്കുറിച്ച്, ഒഫൻസുകളെ കുറിച്ച് പഠിക്കുന്ന നിയമമാണ് എന്താണ് അബ്കാരി ആക്ട്. കേരള അബ്കാരി ആക്ട് നമ്പർ 1 ഓഫ് 1077 എന്ന് ഇല്ലെങ്കിൽ ആക്ട് നമ്പർ 1 ഓഫ് 1077 എന്ന് നമ്മൾക്ക് പറയാവുന്നതാണ്. ഓക്കെ, ഇനി പ്രധാനമായിട്ടും ഈ ആക്ട് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്, ഈ ആക്ട് കൊണ്ടുവരുന്നത് എന്ന് പറയുന്നു. ഇനി നിങ്ങൾ തന്നെ നോക്കേണ്ട കുറച്ച് ഏരിയകളുണ്ട്. നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്, കേരള എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുമായി ബന്ധപ്പെട്ട എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട എക്സൈസ് മിനിസ്റ്റർ ആരാണ്, എക്സൈസ് അതുമായി ബന്ധപ്പെട്ട ടാക്സ് കളക്ട് ചെയ്യുന്ന കമ്മീഷണർ ആരാണ്, ഇതൊക്കെ നിങ്ങൾ തന്നെ നോക്കി വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതിൽ നോട്ട്സിൽ കൃത്യമായിട്ടുണ്ടാകും, എന്നാലും നിങ്ങളത് കൂടി നോക്കുക. ഇനി
അടുത്തത് ഈ ആക്ടിൻ്റെ ഒരു സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്? ഈ ആക്ട് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്കറും അതുമാത്രമല്ല ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്സ് ആണ്. ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഹരി ഉളവാക്കുന്ന തരത്തിലുള്ള ഡ്രഗ്സുകൾ, പദാർത്ഥങ്ങൾ, പാനീയങ്ങൾ അതെല്ലാം ആകാം. ഈവൻ ചില മെഡിസിൻസ് വരെയും എന്തിനകത്ത് വരും? ഇൻടോക്സിക്കേറ്റിംഗ് ആണ്. ഇൻടോക്സിക്കേഷൻ ലഹരിയാണ് അതിൽ നിന്നുണ്ടാകുന്നത്. അതായത് ഇത് മാത്രമല്ല, ഇതിൻ്റെ മാനുഫാക്ചറിങ് ഉണ്ട്, ഇമ്പോർട്ടിംഗ് ഉണ്ട്. അതായത് നമ്മളുടെ ഇറക്കുമതി, ഇന്ത്യയിലേക്ക് ഇതിനെ ഇറക്കുമതി ചെയ്യുന്നതുണ്ട്. ഓക്കെ, ഇറക്കുമതി ചെയ്യാം, അതേപോലെ തന്നെ ഇവിടെ നിന്നുണ്ടാക്കി പുറത്തേക്കും കൊടുത്തു വിടാം, എക്സ്പോർട്ട് ചെയ്യാം, ട്രാൻസ്പോർട്ട് ചെയ്യാം. ഇത് കയറ്റുമതി ചെയ്യുന്നു, ഇറക്കുമതി ചെയ്യുന്നു. ഇതിനകത്ത് തന്നെ ഇവിടെ നിന്ന് തന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കടത്തിവിടുന്നു. ഇനി ഇതിനെ കൈവശം വെച്ചിരിക്കുന്നു, ഇല്ലെങ്കിൽ പൊസഷൻ, സ്റ്റോറേജ്, സെയിൽ, ഇതിനെയൊക്കെ സംബന്ധിക്കുന്നതാണ് ഇതിൻ്റെ നിയമം. അല്ലെങ്കിൽ ഇതിനെ എല്ലാം സംബന്ധിച്ച് പറയാനാണ് ഈ ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ഇതിന് വേണ്ടിയിട്ട് മാത്രമാണോ കൊണ്ടുവന്നിട്ടുള്ളത്? അല്ല. അടുത്തത് പണിഷ്മെൻറ്റ് പറയണം. പണിഷ്മെൻറ്റ് പറയണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒഫൻസ് എന്താണെന്ന് പറയണം. അപ്പോൾ ഒഫൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, അതിൻ്റെ പണിഷ്മെൻറ്റ്. അപ്പോൾ എന്താണ് ഒഫൻസ്? ഇനി ഈ ഡ്രഗ്സ് അല്ലെങ്കിൽ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്സ്, ലിക്കർ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഇത് എത്രത്തോളം കൈവശം വെച്ചിരിക്കാം, ആർക്കൊക്കെ മദ്യപിക്കാമെന്ന്. ഇനി അപ്പം നമുക്ക് ചോദിക്കുകയാണ്, ഇപ്പോൾ ചെറിയ കുട്ടികൾ വരെ, ഇല്ലെങ്കിൽ സ്കൂളിൽ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. 10ാം ക്ലാസ്സിലെ കുട്ടികൾ ക്ലാസ് കഴിഞ്ഞിട്ട് അതായത് ലാസ്റ്റ് എക്സാം കഴിഞ്ഞിറങ്ങുമ്പോൾ അവന്മാരുടെ കയ്യിൽ ബാഗിൽ ഇതുപോലെ മദ്യക്കുപ്പിയായിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് മാക്സിമം എത്ര വയസ്സാണ്? 15 വയസ്സ്. അപ്പോൾ 15ാമത്തെ വയസ്സിൽ ഒരുത്തിന് മദ്യപിക്കാമോ എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ അപ്പോൾ നമ്മൾ പെട്ടെന്ന് പറയാം, എല്ലാത്തിനും ഉള്ള ഒരു കണക്കെന്ന് പറഞ്ഞാൽ 18 അല്ലേ, 18 വയസ്സായി കഴിഞ്ഞാൽ നമുക്ക് മദ്യപിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. ഇവിടെ ഈ ആക്ടിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിയമം മൂലം മദ്യപിക്കാൻ പറ്റില്ല. ഇനി അല്ലാതൊക്കെ കുടിക്കുന്നവരൊക്കെ ഉണ്ടാകാം, ഇനി അത് പിടിച്ചാൽ കുറ്റകൃത്യമാണ്. അപ്പം നിയമം മൂലം അത് പറയുന്നുണ്ട്. നിയമം മൂലം 23 വയസ്സാണ് മദ്യപിക്കാൻ. അപ്പം നമ്മൾ മദ്യപിക്കാനും പ്രായം ഉണ്ട്, മദ്യപിക്കാനും പ്രായമുണ്ട്. അപ്പോൾ ഇതെന്താണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ദോഷമാണ്, അറിയാം. എന്നാലും 23 വയസ്സാണ് നിയമപരമായിട്ട് ലീഗലി എന്ത് ചെയ്തിട്ടുള്ള അനുവദനീയമായിട്ടുള്ള വയസ്സ്. അപ്പം ഒരുത്തൻ 23 വയസ്സ് വരെയുള്ള ഒരു കുട്ടി ഇല്ലെങ്കിൽ ഒരാൾ ആരായിക്കോട്ടെ, ഇയാൾ മദ്യപിക്കുമ്പോൾ ഇയാൾ പോയടുത്തുനിന്ന് ഒരാൾ മദ്യം കിട്ടുന്നിടത്തുനിന്ന് മേടിച്ച് കഴിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ കുട്ടിക്ക് മാത്രമേ പണിഷ്മെൻ്റ് ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു കുട്ടിക്ക് കൊടുത്തവനും എന്ത് കിട്ടും? പണിഷ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാമാണ് ഒഫൻസസ് ആൻഡ് പണിഷ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് കൃത്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്, അതല്ലെങ്കിൽ കൃത്രിമമായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണോ? അതിനെ കയറ്റുമതി ചെയ്യാൻ പറ്റുമോ? ഇറക്കുമതി ചെയ്യാൻ പറ്റുമോ? ഇതെല്ലാം കുറിച്ച് പറഞ്ഞ് അതിന് സംബന്ധിക്കുന്ന ഒഫൻസുകൾ, പണിഷ്മെൻറ്റുകൾ. പിന്നെയാണ് ഓക്കെ ശരി, അങ്ങനെ അതവിടെ നിൽക്കട്ടെ. അങ്ങനെ ഇത് മാത്രമല്ല, ഇനി ഇതേപോലെ തരത്തിലുള്ള ഇൻടോക്സിക്കേറ്റിംഗ് ആയിട്ടുള്ള ഡ്രഗ്സുകൾ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇതിനെ നമ്മൾ വ്യാജമായിട്ട് നിർമ്മിക്കാൻ പോവുകയാണെന്ന് വിചാരിച്ചോ. കള്ളത്തരത്തിൽ മദ്യം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അപ്പോൾ വ്യാജമദ്യം എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഇടയ്ക്ക് കുറച്ച് ഇയേഴ്സ് ബാക്ക് ആയിട്ടുള്ളത് കല്ലുവാതുക്കൽ വ്യാജമദ്യ ദുരന്തം എന്ന് പറഞ്ഞുകൊണ്ട് കോൺഫിസ്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചെടുക്കലാണ്. എന്തോന്നാണ് ഈ പിടിച്ചെടുക്കുന്നത്? ഈ വ്യാജമദ്യം ഈ വ്യാജമദ്യം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യം, ഈ 2000 വർഷത്തിൽ കല്ലുവാതുക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വ്യാജമദ്യ ദുരന്തം നടന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 33 ആൾക്കാരെന്തോ ആയിരുന്നു അതിനകത്ത് മരിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ പണിഷ്മെൻറ്റ് കിട്ടിയ ഇത് വ്യാജമായിട്ട് നിർമ്മിച്ച് അതിനെ സെയിൽ ചെയ്തത് മണിച്ചൻ എന്ന് പറയുന്ന ഒരാളായിരുന്നു. അത് അന്ന് ഇപ്പോൾ 24 ഇപ്പോൾ 2025 ആവുന്നു. അപ്പോൾ 25 ആകുമ്പോൾ ഇത്രയും വർഷം ആവുന്നുണ്ട്, ഒരു 10-25 വർഷത്തോളം ആകുന്നുണ്ട്. അന്ന് അതായത് വ്യാജമദ്യം കഴിച്ച് ഇത്രയും കുറേ പേര് മരിച്ചു, കുറേ പേരുടെ കണ്ണ് പോയി, കാത് പോയി, അങ്ങനെ വലിയൊരു ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. സോ അപ്പോൾ ഈ പറയുന്ന സംഗതി എവിടെയെങ്കിലും ഏതന്മാരെങ്കിലും കലത്തിലോ കുടത്തിലോ കുക്കറിനകത്തൊക്കെ വെച്ചതുണ്ടാക്കുകയും ഇത് കണ്ടവന്മാരൊക്കെ എടുത്ത് കുടിക്കുകയും മാർക്കൊക്കെ വല്ലതും പറ്റിക്കഴിഞ്ഞാൽ കുറ്റകരമാണ്. അപ്പോൾ ഈ തരത്തിൽ നിർമ്മിക്കുന്ന സാധനങ്ങളൊക്കെ പിടിച്ചെടുക്കണ്ടേ? പിടിച്ചെടുക്കണം. അതാണ് കോൺഫിസ്കേറ്റ് ചെയ്യാനുള്ള അധികാരം എന്ത് കൊടുക്കുന്നുണ്ട്? ഈ നിയമം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ആക്ടിനകത്ത് പറയുന്നത്
കോൺഫിസ്കേഷൻ ഓഫ് ലിക്വറിനെ കുറിച്ച് പറയുന്നുണ്ട്. കോൺഫിസ്കേഷൻ ഓഫ് ലിക്വർ അപ്പോൾ ചുമ്മാതുണ്ടാക്കുന്ന ഇപ്പം എന്താണ് ലീഗലി പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കത്തില്ല, ഇല്ലീഗലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലിക്വർ, ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്സ്, അതുപോലെ തന്നെ ഇത് വ്യാജമായിട്ട് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, യൂട്ടൻസിൽസ് പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഇത് മാത്രമല്ല ഇത് നിർമ്മിച്ച് എന്താണ് കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം കൂടെ ചെയ്യാനുള്ള, ഇതിനെയെല്ലാം പിടിച്ചെടുക്കാനൊക്കെയുള്ള അധികാരം ഈ നിയമം കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് മാത്രമാണോ ഈ നിയമത്തിൻ്റെ പ്രത്യേകത? ഈ നിയമത്തിൻ്റെ പ്രത്യേകതയ്ക്ക് മറ്റൊരു സംഗതി കൂടിയുണ്ട്. അറസ്റ്റ് ചെയ്യാനും സെർച്ച് ചെയ്യാനുമുള്ള, കാരണം ഒരു നിയമം നമ്മൾ പറയുമ്പോൾ ആ നിയമത്തിൽ ആദ്യം മുതൽക്കേ തന്നെ നമ്മൾ പറയണം ഈ നിയമം മൂലം എന്തൊക്കെയാണ് ഇതിൻ്റെ അധികാര പരിധികൾ. ഈ പറയുന്നതെല്ലാം എന്താണ്? ഈ ആക്ട് പ്രകാരമുള്ള ജൂറിസ്ഡിക്ഷനാണ്, അധികാര പരിധിയിലാണ്. അപ്പോൾ ഇതിൻ്റെ അധികാര പരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പറയുന്നത് ഈ അബ്കാരി ആക്ട് 1/1077 എന്ന് പറയുന്ന ആക്ട് വിത്തിൻ ദ കേരള, ടെറിറ്റോറിയൽ ലിമിറ്റ് കേരളമാണ്. അപ്പോൾ കേരളത്തിനകത്താണ് ഈ ആക്ട് നിലനിൽക്കുന്നത്. ഈ ആക്ട് കൊണ്ട്, ഈ ആക്ടിൻ്റെ അധികാര പരിധിയിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്? ആക്ടിൻ്റെ പരിധിയിൽ വരുന്നതാണ് ഇതുമായി വൈഡ് റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു ഈ ലിക്വർ ആൻഡ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്സ് ആണ്. അതും അതിൻ്റെ മാനുഫാക്ചർ, പ്രൊഡക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ എന്തൊക്കെ ചെയ്താലാണ് അത് ഒഫൻസ് ആകുന്നതും പണിഷ്മെൻ്റ് ആകുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് നിർമ്മിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള നിർമ്മിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ പിടിച്ചെടുക്കാനുള്ളത്. ഇത് മാത്രമല്ല, എവിടെയെങ്കിലും ഇരുന്ന് ഇതൊക്കെ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അവിടെ കടന്ന് ചെല്ലാനും എന്താണ് അതിനെ അവിടെ സെർച്ച് ചെയ്യാൻ, അവിടെയൊക്കെ പരിശോധിച്ച് നോക്കാനും സെർച്ച് ചെയ്യാനും, അവിടെ ചുമ്മാ കടന്ന് ചെല്ലുവാണ് അറസ്റ്റ് ചെയ്യാനും ഈ ആക്ടിനെ എഗെയിൻസ്റ്റ് ആയിട്ട് നിലവിലുള്ള നിയമമാണ്. നിലവിലുള്ള നമ്മുടെ ഡ്രഗ്സ് അല്ലെങ്കിൽ ലിക്വർ ആൻഡ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്സിന് ആക്ടിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആരൊക്കെ എന്തൊക്കെ എവിടെയൊക്കെ ഇരുന്ന് ചെയ്യുന്നോ അവന്മാരുടെയൊക്കെ വീട്ടിൽ ചെന്ന് കയറാനും അവിടുന്ന് സെർച്ച് ചെയ്യാനും ഒക്കെയുള്ള പ്രൊവിഷൻസ് പറയുന്നുണ്ട്. പിന്നെ സ്ഥലങ്ങളെ മാത്രമേ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള അധികാരമുണ്ടോ? അല്ല. സെർച്ച് എന്ന് പറയുന്നത് സെർച്ച് പേഴ്സൺസ് ആണ്, വെഹിക്കിൾസ് ആണ്, പ്രിമൈസസ് ഫോർ ലിക്കർ ഓർ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്സ് ആണ്. അപ്പം ഈ ആക്ട് പ്രകാരം എവിടെയൊക്കെ സെർച്ച് ചെയ്യാനുള്ള അധികാരമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി മറ്റൊരു പ്രൊവിഷനാണ് ഇവിടെ നമ്മൾക്ക് ഇങ്ങനെ ഒരു വിവരം കിട്ടി. നമ്മളെന്ന് പറയുമ്പോൾ ആരാണ്? അതോറിറ്റീസാണ്. ഈ എക്സൈസ് ഓഫീസർമാർക്ക് വിവരം കിട്ടുന്നു, ഒരിടത്ത് കള്ളവാറ്റ് നടക്കുന്നു, കള്ളച്ചാരായം നിർമ്മിക്കുന്നു, വ്യാജമദ്യം ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു. അവിടേക്ക് ഇനി മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ചെന്ന് വിവരം പറഞ്ഞ് വാറണ്ടൊക്കെ മേടിച്ചുകൊണ്ട് വരണ്ടോ? അതൊക്കെ ആകുമ്പോഴത്തേക്കിന് ഇവന്മാർ പാത്രവും സാധനങ്ങളും ഒക്കെ കൊണ്ടുവന്ന് ഇവിടുന്ന് ഓടിപ്പോകുന്നേ. അത്രയൊന്നും വേണ്ട നമുക്ക്. അപ്പോൾ എന്ത് ചെയ്യണം? വിത്തൗട്ട് വാറണ്ട് ഇല്ലാതെ നമുക്ക് ചെല്ലാം, അവിടെ കടന്നു ചെല്ലാം, ഈ ആൾക്കാരെ സെർച്ച് ചെയ്യാം. കടന്നു ചെല്ലുന്നതിൻ്റെ ഒരു പ്രത്യേകതയാണ് വാറണ്ട് ഇല്ലാതെ പോകാമെന്നുള്ളതാണ്. ഇനി അടുത്ത മറ്റൊരു കാര്യമാണ്, ഈ തരത്തിലുള്ള ഒഫൻസുകൾ എവിടെയെങ്കിലും കമ്മിറ്റ് ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ വാറണ്ട് ഇല്ലാതെ ഓടി അവിടെ ചെന്നിട്ട് ആരെയൊക്കെ നമുക്ക് സെർച്ച് ചെയ്യാം? സെർച്ച് പേഴ്സൺസ്, വ്യക്തികളെ നമുക്ക് സെർച്ച് ചെയ്യാം, വെഹിക്കിൾസിനെ നമുക്ക് സെർച്ച് ചെയ്യാം. വാഹന പരിശോധന, വാഹനത്തിന് ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഈ സിന്തറ്റിക് ഡ്രഗ്സൊക്കെ ആയിട്ട് മറ്റേ വെഞ്ഞാറുമൂട് കൂട്ടക്കൊല നടന്നതിന് ശേഷം എന്തോരം തരത്തിലുള്ള സിന്തറ്റിക് ഡ്രഗ്സുകളൊക്കെ, അത് NDPS ആക്ട് പ്രകാരം സിന്തറ്റിക് ഡ്രഗ്സൊക്കെയാണ് പിടിക്കുന്നത് എല്ലായിടത്തും. ഡെയിലി ഇപ്പം നമ്മൾ ആ ന്യൂസ് കേൾക്കുന്നില്ലേ? അവിടെ ഈ വെഹിക്കിൾസ്, പേഴ്സൺസ്, പ്രിമൈസുകൾ എന്ന് പറയുമ്പോൾ ചുറ്റുപാടുമാണ്, പരിസരങ്ങളാണ്. എന്തിൻ്റെ പരിസരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുറ്റകൃത്യങ്ങൾ എവിടെ നടക്കുന്നോ ആ പ്രിമൈസുകൾ സെർച്ച് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ വാറണ്ട് ഇല്ലാതെ നിങ്ങൾക്ക് നിങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളല്ല, പിന്നെ ഓഫീസർമാർക്ക് നമ്മൾക്കും പോകാൻ കേട്ടോ. ആസ് എ പേഴ്സൺ, നമ്മൾ സിറ്റിസൺ ആണ്, അക്കാരി ആക്ട് പ്രകാരം നമ്മൾക്കും ഉണ്ട്. അതായത് കാണുന്ന വിവരങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞൊക്കെ കൊടുക്കാം. അപ്പോൾ നമ്മൾക്കും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. വാറണ്ട് ഇല്ലാതെ ഓടിച്ചെല്ലാം, വ്യക്തികളെ പരിശോധിക്കാം, വെഹിക്കിൾസ് പരിശോധിക്കാം, പ്രിമൈസുകളൊക്കെ പരിശോധിക്കാം, അവിടെ കടന്നു ചെല്ലാം, ഇത് കണ്ടു കിട്ടുന്നവന്മാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരാം. ഇനി അങ്ങനെ നമ്മൾ തിരക്കി ചെന്നപ്പോഴാണ് മതീഷിൻ്റെ വീട്ടിൽ കുക്കറിനകത്തും കലത്തിനകത്തും കിണ്ണത്തിനകത്ത് വരെ ഇതാണ് ഐറ്റം. അപ്പോൾ എന്ത് ചെയ്യാണ്? ഈ സംഗതികളെ അന്ന് പിടിച്ചെടുക്കുകയാണ്. നമ്മൾ പിടിച്ചെടുത്തോണ്ട് വന്നിട്ട് ഇവരെ പിടിച്ചോണ്ട് എന്തായാലും ഇന്നത്തെ ദിവസം ഭയങ്കര നമുക്ക് ഒത്തിരി ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഇത് നമുക്കിത് സ്റ്റേഷനിൽ ഇരുന്നങ്ങ് കൂടാന്ന് വിചാരിച്ചാൽ നടക്കുമോ? വേണമെങ്കിൽ കൂടാം ചിലപ്പോൾ. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിനെ ഡിസ്പോസ് ചെയ്യണം. അപ്പോൾ ഈ പിടിച്ചെടുക്കുന്ന ഐറ്റങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഡിസ്പോസ് ചെയ്യണം. ഇപ്പം സീസ്ഡ്
ലിക്കറിനെ ഡിസ്പോസ് ചെയ്യണം. ലിക്കർ എന്ന് മാത്രമല്ല, അത് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്സ് ആകാം. ഈ ഡ്രഗ്സ് ആൻഡ് റിലേറ്റഡ് ആർട്ടിക്കിൾസ് ആണ്. ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞ് തൊട്ട് മുമ്പേ നമ്മൾ കണ്ടില്ലേ ആർട്ടിക്കിൾ, ഈ കോൺഫിസ്കേഷൻ എന്ന് പറഞ്ഞതിനകത്ത് യൂട്ടൻസിൽസ് എന്താണ്, അതുപോലെ തന്നെ മെറ്റീരിയൽസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, അതേ സാധനങ്ങളാണ് ആർട്ടിക്കിൾസ്. ഇത് ചെന്ന് പിടിച്ചെടുത്തുകൊണ്ട് വരുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ അവിടെ നിന്ന് കിട്ടുന്നു, ഇതിനെയൊക്കെ നശിപ്പിക്കാനുള്ളതാണ്. ഓക്കെ, അടുത്ത കാര്യം പറയുന്നതാണ് ഇതിനെ, ഈ ആക്ടിനെ എന്ത് ചെയ്യാൻ, നിലവിലുള്ള ഈ നിയമത്തിനെ എന്ത് ചെയ്യാൻ പറ്റും, മാറുന്ന നിയമങ്ങളാണ്, സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഈ നിയമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ആലോചിക്കണം, ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ സ്വഭാവത്തെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന്. അതായത് നിയമങ്ങളില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ആരും ഇതേപോലെ നമ്മൾ ഈ കുറച്ചെങ്കിലുമൊക്കെ അടങ്ങി ഒതുങ്ങിയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള നിയമങ്ങളെക്കുറിച്ച് എവിടുന്നെങ്കിലും ഒരു പണി കിട്ടുമെന്നൊക്കെ ഉള്ളൊരു ധാരണ ഉള്ളത് കൊണ്ട്, അപ്പോൾ ഈ നിലവിലുള്ള ഈ നിയമത്തിനെ എന്ത് ചെയ്യാം, 1077 നിർമ്മിച്ച ഈ നിയമം ഈ 2025 നിൽക്കുമ്പോഴും അതിന് ഒരു ഭേദഗതിയും വരുത്താതെയാണോ നിൽക്കുന്നത്? അല്ല, അതിന് കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരണം. കാലത്തിനനുസരിച്ച് അങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. സെവറൽ ടൈംസ് നമ്മുടെ ഈ ആക്ടിനെ, പ്രസൻറ്റ് ആക്ട്, അബ്കാരി ആക്ടിനെ നമ്മൾ ഒരുപാട് തവണ നമ്മൾ അതിനെ അമെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലേറ്റസ്റ്റ് അമെൻമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു 2023 വരുന്നൊരു അമെൻമെൻ്റാണ്. ഓക്കെ, സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആക്ടിൻ്റെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ്. ഇത് തന്നെ ആക്ടിൻ്റെ ജൂറിസ്ഡിക്ഷനും കൂടിയാണ് കേട്ടോ. നിങ്ങൾക്ക് സിലബസ് അനുസരിച്ച് അതിനകത്ത് തന്നെ പറയുന്നുണ്ട് ആക്ട് എന്താണ്, അതിൻ്റെ അധികാരപരിധി എന്താണ്. അധികാരപരിധിയിൽപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അറസ്റ്റ് ചെയ്യാൻ, വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ ഉള്ളതും, അപ്പോൾ സാധനങ്ങൾ പിടിച്ചെടുത്താൽ അതിനെ എന്ത് ചെയ്യാനാണ്, അതിനെ ഡിസ്പോസ് ചെയ്യാനൊക്കെയുള്ള റൈറ്റ്. ഇനി പ്രധാനമായിട്ടും നിങ്ങൾക്ക് സിലബസ് അനുസരിച്ചുള്ള മെയിൻ പ്രൊവിഷൻസിലേക്കാണ് പോകുന്നത്. ദെൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് ഈ അബ്കാരി ആക്ട് അനുസരിച്ച് എന്താണ്, റൂൾസ് ആൻഡ് റൂൾസുകൾ നമ്മൾക്ക് ഫോം ചെയ്യാവുന്നതാണ്. അങ്ങനെ റൂൾസുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ദെൻ നമ്മളുടെ ആക്ടിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് പഠിക്കേണ്ട പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സെക്ഷൻ 8 എന്ന് പറഞ്ഞാൽ ഒഫൻസുകൾ, പ്രധാനപ്പെട്ട ഒഫൻസുകളെ കുറിച്ച് റിലേറ്റ് ചെയ്യുന്നതാണ്. സെക്ഷൻ 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൊഹിബിഷൻ ഓഫ് മാനുഫാക്ചർ, ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ട്രാൻസ്പോർട്ട്, ട്രാൻസിസ്റ്റ്, പൊസഷൻ, സ്റ്റോറേജ്, സെയിൽസ് എന്നുള്ളതാണ്. അതിനെ നിർമ്മിക്കുക, അതിനെ എന്താണ് മറ്റുള്ളിടത്തേക്ക് കയറ്റുമതി ചെയ്യുക, ഇറക്കുമതി ചെയ്യുക, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുക, കൊടുത്തു വിടുക, ട്രാൻസിറ്റ് ചെയ്യുക, ദെൻ അതുമായി ഇതിനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സെക്ഷൻ 13 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രൊവിഷനാണ്. സെക്ഷൻ 13 ഈ ആക്ട് പ്രകാരം അങ്ങനെയാണെങ്കിൽ ചോദിക്കും, ചേട്ടാ എവിടെ നോക്കിയാലും എല്ലായിടത്തും ബാറുകളുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ബാറുകളുണ്ട്, റെസ്റ്റോറൻറ്റ് ബാറുകളുണ്ട്, ഫാമിലി ഒരുമിച്ച് പോയിരുന്ന് മദ്യപിക്കാവുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം, അപ്പോൾ പിന്നെ എന്തിനാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അതായത് ഇതിനെല്ലാം ഇങ്ങനെ പണിഷ്മെൻറ്റ് പറയുകയാണെങ്കിൽ കഴിക്കാം, ഒരാവശ്യത്തിനൊക്കെ ആകാം. അപ്പോൾ എത്ര ആകാവുള്ളൂ, അതിൽ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റിൽ കൂടുതൽ കഴിക്കാമെന്നല്ല, കൈവശം വെച്ചിരിക്കുന്നത്. അപ്പം ആ ലിമിറ്റിനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 13 എന്ന് പറയുന്നത്. പിന്നെ 15 C ആണ്. സെക്ഷൻ 15 ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. 15 പറയുന്നത് കൺസംഷൻ ഓഫ് ലിക്കർ പബ്ലിക് പ്ലേസുകളിലൊക്കെ, ആർക്കെങ്കിലൊക്കെ ഇപ്പോഴൊന്നും അങ്ങനെ അധികം ആൾക്കാരെയൊന്നും കാണാറില്ല പബ്ലിക് പ്ലേസിലൊക്കെ, എന്നാലും ചില സ്ഥലങ്ങളിലൊക്കെ റിമോട്ട് പ്ലേസിലൊക്കെ കാണാറുണ്ട്. അപ്പം എന്താണ് ഇത് അങ്ങനെ എന്താ പറയുക, ഇപ്പോഴും കാണാറൊക്കെ ഉണ്ട്. അപ്പോൾ അപ്പോൾ പബ്ലിക് പ്ലേസിൽ നിന്ന് മദ്യപിച്ചാൽ എന്താണ്, കുറ്റകരമാണ്. സോ 15 സിയിൽ പബ്ലിക് പ്ലേസുകളിൽ നിന്ന് മദ്യപിക്കുന്നതിനെ ആണ് അതിൻ്റെ C പ്രൊവിഷൻ പറയുന്നത്. പിന്നെ സെക്ഷൻ 55 ആണ്. സെക്ഷൻ 55 പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലീഗൽ മാനുഫാക്ചറാണ്. ഓക്കെ, സെക്ഷൻ 55 അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളിത് പറയും, ഈ പ്രൊവിഷൻസ് ഒക്കെ നിങ്ങൾ കാണും. സെക്ഷൻ 55 പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇനി ഇല്ലീഗലായിട്ട് മാനുഫാക്ചർ, ഇത് എന്താണ്, ലീഗലാണ്. അതുപോലെ തന്നെ ഇത് ലൈസൻസ് ഇല്ലാതെ ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഇതേപോലെ കലത്തിലോ കുടത്തിലോ, ഞാൻ ചുമ്മാ പറയുന്ന കേട്ടോ, ഈ കലത്തിലോ കുടത്തിലോ എന്നൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇല്ലീഗലായിട്ട് മാനുഫാക്ചർ ചെയ്യുന്നത്, ഇല്ലീഗലായിട്ട് അതിനെ പൊസസ് ചെയ്യുന്നത്, അതിനെ സെയിൽ, ട്രാൻസ്പോർട്ടേഷനൊക്കെയാണ് 55 പറയുന്നത്. 55 നമ്മൾക്ക് ABC പ്രൊവിഷൻസ് ഒക്കെ ഉണ്ട്, അതിനകത്ത് കുറേ പ്രൊവിഷൻസ് ഉണ്ട്. സോ 55 ദെൻ 57 ആണ്. 57 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡൾട്രേഷൻ ഓർ മിക്സിംഗ് ഓഫ് ലിക്കറാണ്. അതായത് എന്താണ്,
ഈ ലൈസൻസ് ഉള്ളവന്മാർ തന്നെ അവർക്ക് ഇത്ര ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ലൈസൻസേ ഉണ്ടായിരിക്കുള്ളൂ. ഈ ലൈസൻസ് ഉള്ളവന്മാർ തന്നെ എന്ത് ചെയ്യും, ക്വാണ്ടിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് എന്താണ് അനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് മിക്സ് ചെയ്യും. ഓക്കെ, ഇതിന് അത് അനുവദിച്ചിട്ടുള്ളതിലും കൂടുതലായിട്ടുള്ള മറ്റ് പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ച് ഇതിനെ മിക്സ് ചെയ്യുന്നതാണ്. അതാണ് സെക്ഷൻ 57 പറയുന്നത്. പിന്നെ 65 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കോൺഫിസ്കേഷനുമായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് പിടിച്ചെടുക്കാൻ പറ്റുന്നത് എന്നുള്ളത്. ദെൻ 67 അനുസരിച്ച് ഈ ലൈസൻസ് എക്സൈസ് കമ്മീഷണർമാരാണ് ലൈസൻസ് ഒക്കെ കൊടുക്കുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷൻസ് ആണ്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾക്ക് പറയേണ്ട ആൾക്കാർ 8 വേണം. സെക്ഷൻ 13, 15, 55 ഇത്ര 55, ദെൻ 56, 57, 58 പ്രൊവിഷൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾക്ക് സിലബസിനകത്ത് പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻസ് അതൊക്കെയാണ്. സോ ഇനി നമ്മൾ ഏതൊരു ആക്ട് നമ്മൾ പഠിക്കുമ്പോൾ ആക്ടിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ എന്ത് വേണം, അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള പദങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ വേണം. ആ പദങ്ങളാണ് നമ്മളിനി മനസ്സിലാക്കാൻ പോകുന്നത്. സെക്ഷൻ 3 ആണ് ഇൻ്റർപ്രിട്ടേഷൻ ക്ലോസ് എന്ന് വിളിക്കുന്നത്. സെക്ഷൻ 3-ക്കകത്ത് പറയുന്നുണ്ട് എന്താണ് അബ്കാരി റവന്യൂ. അബ്കാരി ആക്ട് നമ്മൾക്കറിയാം, ഈ പറയുന്ന മദ്യത്തിനെയും അതുപോലെയുള്ള ലഹരി പദാർത്ഥങ്ങളെയൊക്കെ കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ അബ്കാരി റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡ്യൂട്ടി ഫീ ആണ്. ഇതിൽ നിന്ന്, അതായത് ഇതല്ലെങ്കിൽ ടാക്സ് ആയിരിക്കാം, ഫൈൻ ആയിരിക്കാം, അതല്ലെങ്കിൽ കോൺഫിസ്കേഷൻ, അതല്ലെങ്കിൽ ഇതെന്ന് ഫൈൻ ഓർ എന്താണ് കോൺഫിസ്കേഷൻ ആണ്, ഇമ്പോസ്ഡ് ഓർ ഓർഡർ എന്ന അണ്ടർ ദിസ് പ്രൊവിഷൻസ് ഓഫ് ദ ആക്ട് ആണ്. അതായത് നിലവിലുള്ള നിയമം ഏതാണ്, നിലവിലുള്ള നിയമം അബ്കാരി ആക്ട് ആണ് നിലവിലുള്ള നിയമം. സോ ഈ അബ്കാരി ആക്ട് പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളല്ല സ്റ്റേറ്റ് എന്തെങ്കിലും തരത്തിൽ എന്ത് ചെയ്യാണ്, ഡ്യൂട്ടി ഫീസ് ഇമ്പോസ് ചെയ്യുന്നു, ഫൈൻസ് ഇമ്പോസ് ചെയ്യുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ അത് ഡ്യൂട്ടി ഫീ ആകാം, ടാക്സ് ആകാം, ഫൈൻ ആകാം. ഈ തരത്തിൽ ഇമ്പോസ് ചെയ്യുന്ന എന്താണ് ഫൈൻസിനെയൊക്കെ ചേർത്താണ് അബ്കാരി റവന്യൂ, ഒരു വരുമാനമാണ്. നമ്മൾക്ക് എന്താണ്, നമ്മളെപ്പോഴും പറയുമല്ലോ, ഇപ്പം എന്താണ് ഓണം വന്നാലും ക്രിസ്മസ് വന്നാലും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതല്ലെങ്കിൽ ന്യൂ ഇയർ ഒക്കെ വന്നാലും എന്താണ് ബിവറേജസ് ഒക്കെ എത്രയാണ്, എത്ര സെയിലുണ്ടായിരുന്നു എന്നവർ പറയുമല്ലോ, നമ്മൾ പറയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ എന്താണ്, ഒരു പ്രധാനപ്പെട്ട റവന്യൂ എന്താണ് കിട്ടുന്ന ഒരു ഏരിയ കൂടിയാണ്. സോ അതിനകത്ത് അബ്കാരി റവന്യൂ എന്താണ് എന്ന് ഏതിലാണ് 3-1 അബ്കാരി റവന്യൂവിനെ കുറിച്ച് പറയുന്നുണ്ട്. ദെൻ പറയുന്നതാണ് എന്താണ് അബ്കാരി ഓഫീസർ. ഓക്കെ, അബ്കാരി ഓഫീസർ ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മീഷണർ ഓഫ് എക്സൈസിനെയാണ് നമ്മൾ അബ്കാരി ഓഫീസർ എന്ന് വിളിക്കുന്നത്. ഇനി കമ്മീഷണർ മാത്രമേ ഉള്ളൂ അബ്കാരി ഓഫീസർ അല്ല, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ് കുറച്ചും കൂടെ പവറുള്ള ആളാണെങ്കിൽ കമ്മീഷണർ മാത്രമല്ല എനി ഓഫീസർ, അത് എന്താണ് എനി ഓഫീസർ അല്ലെങ്കിൽ എനി അതർ പേഴ്സൺ ലോഫുള്ളി അപ്പോയിൻറ്റഡ് അല്ലെങ്കിൽ ഇൻവെസ്റ്റഡ് വിത്ത് പവേഴ്സ്. അതായത് ഇനി സെക്ഷൻ 4ഉം 5ഉം പ്രകാരം ഇപ്പം നമ്മൾ 3-നകത്ത് കുറേ ഡെഫിനിഷൻ ക്ലോസുകളെ പറയുന്നുള്ളെങ്കിൽ സെക്ഷൻ 4-നകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആർക്കൊക്കെയാണ് ഈ അധികാരം കൊടുത്തിട്ടുള്ളത്. ഈ എക്സൈസ് ആക്ട് പ്രകാരം ആരൊക്കെയാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓഫീസർമാരാരാണ്. അപ്പോൾ അബ്കാരി ആക്ടിനകത്ത് 1 കമ്മീഷണറാണ്, 2 ഇതിൻ്റെ സെക്ഷൻ 4ഉം 5ഉം പ്രകാരമുള്ള 4ഉം 5ഉം പറയുമ്പോൾ ഇതും തന്നെ വീണ്ടും എടുത്ത് പറയും. അപ്പം 3 ക്ലോസ് 2-നകത്താണ് അബ്കാരി ഓഫീസറിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അബ്കാരി ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മീഷണർ, അത് മാത്രമല്ല എനി ഓഫീസറാണ്. ഈ ആക്ട് പ്രകാരം ഈ പറയുന്ന എന്താണ്, ഈ ആക്ടിനെ നമ്മൾ മൊത്തം കണ്ടപ്പോൾ അതിൻ്റെ എന്തൊക്കെ സ്കോപ്പുകളാണോ എന്തൊക്കെ ജൂറിസ്ഡിക്ഷനാണോ അതെല്ലാം എൻട്രസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഇതിൻ്റെ അബ്കാരി ഓഫീസർ എന്ന് വിളിക്കാവുന്നതാണ്. അടുത്തതാണ് ബ്ലെൻഡിങ്. 2-ന്റെ എയിലാണ് പറയുന്നത്. ബ്ലെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതിൽ നമ്മൾ കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്കിന് ഈ എന്താണ് സ്പിരിറ്റുകൾ അല്ലെങ്കിൽ വൈൻസ് ഇതെല്ലാം നമ്മൾ കാണും. അപ്പോൾ ബ്ലെൻഡിങ് എന്ന് പറഞ്ഞാൽ 2 ഡിഫറെൻ്റ് തരത്തിലുള്ള 2 വ്യത്യസ്തമായിട്ടുള്ള സ്പിരിറ്റിനെ കൂട്ടിക്കലർത്തുന്നതാണ്. അതായത് അതിനെ കൂട്ടിക്കലർത്തി പുതിയൊന്നാക്കുന്നതാണ് ബ്ലെൻഡിങ് എന്ന് വിളിക്കുന്നത്. അതായത് ഓഫ് ദ സെയിം ഓർ ഡിഫറെൻ്റ് സ്ട്രെങ്ത് ആയിട്ടുള്ളത്. അപ്പോൾ മദ്യം തന്നെ പല തരത്തിലുള്ളത്, വീര്യം കൂടിയത് വീര്യം കുറഞ്ഞത് പല ഐറ്റങ്ങളല്ലേ. അപ്പോൾ ഇതിനകത്ത് അതേ ഇപ്പം 2 തരത്തിലുള്ള സ്പിരിറ്റുകൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഏതെങ്കിലും അതിൻ്റെ സെയിം സ്ട്രെങ്തിൽ വരുന്നതോ അതല്ലെങ്കിൽ കുറച്ചും കൂടെ എന്താണ് കഴിച്ചാൽ കുറച്ചും കൂടെ വീര്യം കിട്ടുന്നതായിട്ടുള്ള കൂടുതൽ സ്ട്രെങ്ത് ഉള്ളതോ ആക്കുന്നതിന് 2 തരത്തിലുള്ള സാധനങ്ങൾ മിക്സ് ചെയ്യുന്നതിനെയാണ് ബ്ലെൻഡിങ് എന്ന് വിളിക്കുന്നത്. ഇനി മറ്റൊരാളാണ് ബ്ലെൻഡിങ്, അതായത് അബ്കാരി ഓഫീസർ എന്ന് പറയുന്നത് സെക്ഷൻ 2-ൽ തന്നെയാണ് ബ്ലെൻഡിങ്ങിനകത്തും. അതുപോലെ തന്നെ എന്താണ് ബ്ലെൻഡിങ് ബോണ്ടഡ് വെയർ ഹൗസ്
ഹൗസുകൾ. ബോണ്ടഡ് വെയർ ഹൗസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ എന്താണ്, ഈ കയറ്റുമതി ഇറക്കുമതി ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതിനോ ഇമ്പോർട്ട് ചെയ്യുന്നതിനോ സെയിൽ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുറച്ച് നാൾ എന്താക്കാം, ഇതിനെയൊക്കെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. ഇതിനെ സൂക്ഷിച്ച് വെക്കുന്ന സ്ഥലങ്ങളെയാണ് ബോണ്ടഡ് വെയർ ഹൗസുകളെന്ന് വിളിക്കുന്നത്. അതാണ് ഒരെണ്ണം. 2B ബോണ്ടഡ് വെയർ ഹൗസ് എന്ന് പറഞ്ഞാൽ വെയർ ഹൗസ് വെയർ ലിക്കർ ഈസ് സ്റ്റോർഡ് ഇൻ ബോണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സ്റ്റോർഡ് ഇൻ ബോണ്ട് എന്ന് പറയുമ്പോൾ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. നമ്മൾക്ക് കയറ്റുമതി ചെയ്യാനായിട്ട് നമ്മൾക്ക് എന്തുണ്ട്, ഒരു മാനുഫാക്ചറിങ് ഒരു സ്ഥലമുണ്ട്, നമ്മൾക്ക് അവിടെ ഒരു ഫാക്ടറി ഉണ്ട്, ലിക്കർ മാനുഫാക്ചറിങ് ചെയ്യുന്ന ഫാക്ടറി ഉണ്ട്. അവിടെ നമ്മൾ ലിക്കർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലിക്കറിനെ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, നമ്മളുടെ ബിസിനസ്, നമ്മൾ ലൈസൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ ലൈസൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഇതെന്ത് ചെയ്യണം, ഇതിനെ കൊണ്ടുപോയി ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് സൂക്ഷിച്ച് വെക്കണ്ടേ. അപ്പോൾ സൂക്ഷിച്ച് വെക്കാൻ സ്വന്തമായിട്ട് വെയർ ഹൗസ് ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ബോണ്ട് കൊടുത്തുകൊണ്ട് നമ്മൾക്ക് ഈ സാധനത്തെ മറ്റൊരു സ്ഥലത്ത് സൂക്ഷിച്ച് വെക്കാം. അതാണ് ബോണ്ടഡ് വെയർ ഹൗസുകളെന്ന് ഈ ആക്ടിൻ്റെ പരിധിയിൽ വരുന്നത്. അടുത്തതാണ് കമ്മീഷണർമാരാരാണ്. കമ്മീഷണർമാരാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ട് മുമ്പേ പറഞ്ഞ ഓഫീസർമാർ തന്നെയാണ്. അതിന് സെക്ഷൻ 4 പറയാൻ പോകുന്നുണ്ട്. അതിൽ പറയുന്നത് എന്താണ്, ഇനി അതുമാത്രമല്ല സെക്ഷൻ 4 പറയുന്നുണ്ട്. 3 ഇതിൻ്റെ ക്ലോസ് 4 A പറയുന്നുണ്ട്. അടുത്തതാണ് കളക്ടർ എന്ന് പറയുന്നത്. കളക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് കളക്ടറാണ്. അത് മാത്രമല്ല എനി ഓഫീസർ എന്ന് പറയുന്നത് അതിന് ഗവൺമെൻറ് ഈ പറയുന്ന ഈ കളക്ടർ എന്ന് പറയുന്നത് അതാത് ജില്ലാ കളക്ടർമാർ. ഇനി അതല്ലാതെ സ്റ്റേറ്റ് ഗവൺമെൻറ് മറ്റാരെങ്കിലും അല്ലെങ്കിൽ ഗവൺമെൻറ് എന്നാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ ഡ്യൂട്ടി എക്സസൈസ് ചെയ്യാൻ, കളക്ടറിൻ്റെ ഡ്യൂട്ടി എക്സസൈസ് ചെയ്യാൻ ആരെയെങ്കിലും നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ, പെട്ടെന്നൊരു ദിവസം മതീഷിനെ കളക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നു, പവറുണ്ട്, അധികാരമുണ്ട്, കുറച്ച് നാളത്തേക്ക് കളക്ടറായിട്ടിരിക്കുക. അപ്പോൾ ആ തരത്തിലൊക്കെ വരുന്ന ആൾക്കാർക്കും ഈ ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന എന്താണ്, കളക്ടർമാരാണ്. പിന്നെ കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫോറിൻ ലിക്കറിനെ കൊണ്ടുവന്നിട്ട് ഫോറിൻ ലിക്കറിലേക്ക് മറ്റ് ഫ്ലേവറുകളോ അഡിഷൻസോ കളറുകളോ ഒക്കെ ചേർത്തുകൊണ്ട്, അതല്ലെങ്കിൽ ഇന്ത്യൻ മെയ്ഡ് സ്പിരിറ്റുകൾ, അപ്പോൾ ഫോറിൻ ലിക്കറിനെ ഇമ്പോർട്ട് ചെയ്തിട്ട് ഇതിനെ ഇമ്പോർട്ട് ചെയ്തിട്ട് അടുത്ത് എന്താ ചെയ്യുന്നത്, ഇവിടെയുള്ള സാധനങ്ങളുമായിട്ട് ഇതിനെ കലർത്തുന്നു. ഇതിനാണ് എന്തെന്ന് വിളിക്കുന്നത്, കോമ്പൗണ്ടിങ്. അപ്പോൾ എന്തിനായിരിക്കും അത് ചെയ്യുന്നത്, അത് പുതിയ പുതിയ രൂപത്തിലാക്കാൻ, പുതിയ ഭാവത്തിലൊക്കെ ആക്കി സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇതാണ് പ്രിപ്പറേഷൻ ഓഫ് ഫോറിൻ ലിക്കറാണ്. ആ ഫോറിൻ ലിക്കറിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് അഡീഷണൽ പുതിയ ഫ്ലേവറുകൾ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കളറുകൾ ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. അതും അല്ലെങ്കിൽ ഇന്ത്യൻ മെയ്ഡ് സ്പിരിറ്റുകളും ആഡ് ചെയ്യുന്നതിന് ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കോമ്പൗണ്ടിങ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്താണ് അബ്കാരി ഇൻസ്പെക്ടർ. അപ്പം അബ്കാരി ഓഫീസർമാരിനകത്തേക്ക് വരുന്നത് തന്നെയാണ് കമ്മീഷണർമാരുണ്ട്, എക്സൈസ് കമ്മീഷണർമാരുണ്ട്, കളക്ടർമാരുണ്ട്, അബ്കാരി ഇൻസ്ട്രക്ടറുണ്ട്. ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സെക്ഷൻ 4 പറഞ്ഞിട്ടുള്ള ഈ ആക്ട് പ്രകാരം ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിനെയാണ് അബ്കാരി ഇൻസ്ട്രക്ടർ എന്ന് വിളിക്കുന്നത്, ഇൻസ്പെക്ടർ എന്ന് വിളിക്കുന്നത്. അടുത്താണ് അരാക്ക്. ARRACK. അരാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചാരായം എന്നാണ്. അപ്പോൾ എന്താണ് അരാക്ക്? അരാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർട്ടബിൾ, അതായത് ടോഡി അല്ല, കള്ളല്ല, ബിയർ അല്ല, സ്പിരിറ്റോ വൈൻ അതർ ദാനാണ്. ഇതൊന്നുമല്ലാതെ ടോഡി, ബിയർ, സ്പിരിറ്റ്, വൈൻ എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല ഇന്ത്യൻ മെയ്ഡ് സ്പിരിറ്റ്, ഫോറിൻ ലിക്കർ ആൻഡ് എനി മെഡിക്കൽ പ്രിപ്പറേഷൻസ്. അതായത് മെഡിക്കൽ പ്രിപ്പറേഷൻസിനൊക്കെ ആൽക്കഹോൾസ് ഒക്കെ യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഈ മെഡിക്കൽ പ്രിപ്പറേഷൻസിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ആൽക്കഹോൾസ് എന്നൊക്കെ പറഞ്ഞാൽ കെമിക്കൽ കോമ്പൗണ്ടുകൾക്ക്, അതായത് ചില കെമിക്കൽ ഫോർമുലകളൊക്കെ വഴി ഉണ്ടാക്കുന്നതായിരിക്കും. അത് ഫാർമാകോപ്പിയ, അത് ഗവൺമെൻറ് അപ്രൂവ്ഡായിട്ട് നിർമ്മിക്കുന്നതായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഗവൺമെൻറ് ഓഫ് കേരള അപ്രൂവ്ഡായിട്ട് മെഡിക്കൽ പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതോ ഇതൊന്നുമല്ലാത്ത ലിക്കറുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അരാക്കുകളെന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതൊന്നുമല്ല. ടോഡി എന്ന് വിളിക്കുമ്പോൾ മറ്റേ
തെങ്ങിൽ നിന്ന് അതല്ലെങ്കിൽ പാം ട്രീസ് നിന്ന് എടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതൊന്നുമല്ലാതെ അതർ ദാൻ എന്നുള്ളതാണ്. അതർ ദാൻ എന്നുള്ളതാണ്. ഇതെല്ലാം അതിനകത്തേക്ക് വരും. ബിയർ, സ്പിരിറ്റ് ഇല്ല, വൈനില്ല, ഇന്ത്യൻ മെയ്ഡ് സ്പിരിറ്റ്, ഫോറിൻ ലിക്കർ, മെഡിക്കൽ പ്രിപ്പറേഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന ആൽക്കഹോൾസ്, ഇതൊന്നുമല്ലാത്ത മറ്റ് തരത്തിലുള്ള എന്താണ് ലിക്കറുകളെയാണ് എന്താണ് അരാക്കെന്ന് വിളിക്കുന്നത്. അത് നോക്കി വെച്ചേക്കണം. 6ൻ്റെ എയിലാണത് പറയുന്നത്. ഇനി അടുത്തതാണ് ഇംപ്രിസൺമെൻറ്റ്. ഇംപ്രിസൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജയിലിൽ പിടിച്ചിടുക. അതാണ് ഇംപ്രിസൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഡിസ്ക്രിപ്ഷനാണ് BNS ഭാരതീയ ന്യായ സംഹിത പ്രകാരം എന്താണ് എത്ര നാൾ അതിനകത്ത് കിടക്കാം എന്നുള്ളതാണ് ഇംപ്രിസൺമെൻറ്റ് എന്ന് വിളിക്കുന്നത്. ടോഡി എന്ന് പറയുന്നത് ഇത് ടോഡി നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ടോഡി എന്ന് പറയുന്നത് എന്താണ്? ഫെർമെൻറ്റഡ് അല്ലെങ്കിൽ അൺഫെർമെൻറ്റഡ് ജ്യൂസാണ്. കോക്കനട്ട്, പാൽമിര, ഡേറ്റ്, അതായത് പാം ട്രീ ടൈപ്പിൽ നിന്ന്, പാം ട്രീകളിൽ നിന്ന് വരുന്ന ഇല്ലെങ്കിൽ അതിൽ നിന്ന് എടുക്കുന്നതാണ് എന്തെന്ന് വിളിക്കുന്നത്? ടോഡി എന്ന് വിളിക്കുന്നത്. കള്ള് എന്നാണ് അർത്ഥം. പിന്നെ സ്പിരിറ്റാണ് എന്താണ്? എനി ലിക്വർ കണ്ടെയ്നിങ് ആൽക്കഹോൾ ആൻഡ് അതായത് ഡിസ്റ്റിലേഷൻ പ്രോസസ്സുകൾ വഴി നമ്മൾ നിർമ്മിച്ചെടുക്കുന്നതും ആൽക്കഹോൾ കണ്ടൻ്റ് ഉള്ളതുമായിട്ടുള്ള ഏത് എന്താണ് ലിക്കറിനെയും അതിനെയാണ് നമ്മൾ സ്പിരിറ്റുകൾ എന്ന് വിളിക്കുന്നത്. ലാസ്റ്റ് നമ്മൾക്ക് ഏതാണ്? ലിക്കറാണ്. അടുത്തത് നമ്മളുടെ ലിക്കറാണ്. ലാസ്റ്റ് അല്ല, ലിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്പിരിറ്റ് ഓഫ് വൈന്, അരാക്ക്, സ്പിരിറ്റ്, ഇതെല്ലാം കാരണം ഇത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കണ്ടു? അരാക്കിനെ കണ്ടു, അതുപോലെ ടോഡിയെ കണ്ടു. ടോഡി എന്ന് പറഞ്ഞാൽ കോക്കനട്ട്, പാം ട്രീകളിൽ നിന്ന് എടുക്കുന്ന ജ്യൂസ് ആയിട്ടുള്ള ഐറ്റമാണ്. സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കഹോൾ കണ്ടൻ്റ് ആണ്. ലിക്വർ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വരും. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ സ്പിരിറ്റ് ഓഫ് വൈൻ വരാം, അരാക്ക് വരാം, സ്പിരിറ്റ് ഓഫ് വൈൻ, ടോഡി, ബിയർ, ഓൾ ലിക്വിഡ് ആണ്. കൺസിസ്റ്റിങ് അല്ലെങ്കിൽ കണ്ടെയ്നിങ് ആൽക്കഹോൾ ഉള്ള എല്ലാ സാധനത്തിനെയും നമുക്ക് ലിക്വർ എന്ന് വിളിക്കാവുന്നതാണ്. ദെൻ ബിയർ ആണ്. ബിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബിയർ ഒരു തരത്തിലുള്ള ഏൽ ഒരു തരത്തിലുള്ളൊരു ചാരായം എന്നൊക്കെയാണ് പറയുന്നത്. അത് പഴത്തിനകത്തു നിന്നൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതോ അങ്ങനെ ഈ പറയുന്ന ഒരു ഗുണം ഇല്ലെങ്കിൽ ഈ ഗുണമെന്നല്ല, ഈ ലിക്കർ ഇപ്പോൾ ഈ പറയുന്ന ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ് എന്ന് പറയുന്ന ഒരു ലഹരി ഉളവാക്കുന്നതായിട്ടുള്ള ഏത് രീതിയിലുള്ളതിന് ഏൽ എന്ന് പറയാം. ഏൽ, സ്റ്റൗട്ടുകൾ, ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഈ ദ്രാവക രൂപം കട്ടിയുള്ള പദാർത്ഥങ്ങൾ കാണിക്കും. ഇതെല്ലാം കൂടെ ഫെർമെൻറ്റഡ് ലിക്കറുകൾ, അതായത് ഇതിനൊക്കെ വേണ്ടി നിർമ്മിച്ച് വെച്ചിരിക്കുന്ന ഈ ചാരായമാണെങ്കിലും അരാക്കല്ല, ബിയർ, സ്പിരിറ്റ്, ഈ വക ഐറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കട്ടി രൂപേണ ഉണ്ടാക്കുന്നത്. അതിനെ നമ്മൾ വിളിക്കുന്ന മാൾട്ട് എന്ന്. അപ്പോൾ ഇതിനകത്ത് നിന്നൊക്കെ എടുക്കുന്ന സാധനങ്ങളാണ് എന്തെന്ന് വിളിക്കുന്നത്? ബിയർ എന്ന് വിളിക്കുന്നത്. പിന്നെ കൺട്രി ലിക്കറാണ്. കൺട്രി ലിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തൊട്ട് മുമ്പേ കണ്ട, അതായത് നാടൻ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോഡി വരാം, അരാക്ക് വരാം. പിന്നെ ഈ പറഞ്ഞ തൊട്ട് മുമ്പേ നമ്മൾ കണ്ടില്ലേ ഒരു തരത്തിലുള്ള ബിയർ എന്നൊക്കെ പറഞ്ഞ ഒരു തരത്തിലുള്ള പഴങ്ങളിൽ നിന്നൊക്കെ നാടൻ രൂപേണ ഉണ്ടാക്കിയെടുക്കുന്ന സാധനങ്ങളില്ലേ, അതൊക്കെ വരാവുന്നതാണ്. ദെൻ ഇത് തന്നെ ഫോറിൻ ലിക്കറുണ്ട്. അതായത് കൺട്രി ലിക്കർ അല്ലാത്തതാണ്, വിദേശ നിർമ്മിതമാണ്. പിന്നെ ഫോറിൻ ലിക്കറും ഉണ്ട്. 2 തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഫോറിൻ ലിക്കറും ഉണ്ട്, ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറും ഉണ്ട്. ഇത് നോക്കി വെച്ചോണം. ഫോറിൻ ലിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുകയും മാനുഫാക്ചർ ചെയ്യുകയും രണ്ടെണ്ണത്തെ മിക്സ് ചെയ്യുകയും കോമ്പൗണ്ട് ചെയ്യുകയും ബോട്ടിൽഡ് ആക്കുകയും അപ്പുറത്തേക്ക് കൊടുത്തിടുകയൊക്കെ ചെയ്യുന്നത് എബ്രോഡ് ആൻഡ് ഇമ്പോർട്ടഡ് ഇൻ ടു ഇന്ത്യ ബൈ ലാൻഡ്. അതായത് ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐറ്റങ്ങളെല്ലാം വിദേശത്ത് നിർമ്മിച്ച് എല്ലാം കഴിഞ്ഞ് കുപ്പിയിലാക്കി സാധനത്തെ ഇവിടേക്ക് ഒന്നുകിൽ ലാൻഡ് വഴിയോ എയർ വഴിയോ സീ വഴിയോ ഇതിനെ ഇവിടേക്ക് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വിഡ്. ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ ലിക്കറുകളെ മീൻസ് എനി ഫോറിൻ ലിക്കർ അതർ ദാൻ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കറുകളല്ലാത്ത അതേ ഫ്ലേവറുകളൊക്കെ ഉള്ള അതേ ആൾക്കാരെ നമ്മൾ ഇവിടെ വെച്ച് നിർമ്മിക്കുകയാണെങ്കിൽ അതാണ് എന്തെന്ന് വിളിക്കുന്നത്? ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറുകൾ എന്ന് വിളിക്കുന്നത്. പിന്നെ നമ്മൾക്ക് അടുത്തൊരു പോയിൻ്റാണ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്. അതായത് ഇൻടോക്സിക്കേഷൻ, ലഹരി ഉളവാക്കുന്ന ഏത് പദാർത്ഥങ്ങളും.
സെയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നുമില്ല. സെയിൽ, വിൽക്കുക എന്നുള്ളതാണ്. ട്രാൻസ്ഫറും ഇതിനകത്തേക്ക് വരും. ഗിഫ്റ്റായിട്ട് കൊടുത്താൽ പോലും പണി കിട്ടും. പിന്നെ ഇമ്പോർട്ട് എന്ന് പറയുന്നത് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. കേരളത്തിലേക്ക് പുറത്ത് പോകുന്നതാണ് എക്സ്പോർട്ട് എന്ന് പറയുന്നത്. പിന്നെ ട്രാൻസിസ്റ്റ് ആണ്. ട്രാൻസിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഇൻ ദാറ്റ് സ്റ്റേറ്റ് ഓർ ഇൻ അതർ സ്റ്റേറ്റ് എന്നുള്ളതാണ്. കേരളത്തിനകത്ത് നിന്ന് കേരളത്തിനകത്തേക്ക് തന്നെ, ഒരു ജില്ലയിൽ നിന്ന് അടുത്ത ജില്ലയ്ക്ക്, ഒരു ജില്ലയ്ക്കകത്ത് തന്നെയോ ഇല്ലെങ്കിൽ കേരളത്തിനകത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് കൊടുത്തുവിടുന്നതാണ്. അപ്പോൾ എന്താണ്, പിന്നെ അടുത്തതാണ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലേസിൽ നിന്നും എന്താണ്, സ്റ്റേറ്റിനകത്ത് തന്നെ ഒരു പ്ലേസിൽ നിന്നും മറ്റൊരു പ്ലേസിലേക്ക് കൊടുത്തുവിടുക എന്നുള്ളതാണ്. സോ ഇതൊക്കെയാണ് നമ്മളുടെ എല്ലാ പോയിന്റുകളും, അതായത് നമ്മളുടെ എല്ലാ ഡെഫിനിഷൻ പാർട്ടുകളും കഴിഞ്ഞിട്ടില്ല. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനേഷൻ പാർട്ടുകളാണ് നമ്മളിപ്പോൾ കഴിഞ്ഞത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ബാലൻസ് ആയിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. സോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ.